ഹലോ, ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. കവർ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താണെന്ന്? വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. അപ്പോൾ യഥാർത്ഥ ലഡുവിൻ്റെ റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നെയ്യ് തീരെ കുറച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണിത്. അപ്പോൾ ഇത്തരം ലഡു ഇവിടെ ബോംബെയിൽ ബേക്കറികളിൽ കിട്ടാറുണ്ടേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ വേണം, ഡാൽഡ ഒന്നും യൂസ് ചെയ്യരുത്. അത് ചൂടായ ശേഷം അതിലേക്ക് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് ചേർക്കുന്നത്. ഇത് ഇട്ട് നല്ലതുപോലെ ഒരു 4-5 മിനിറ്റ് റോസ്റ്റ് ചെയ്യണം. ആ കളർ ഒന്ന് മാറി ഒരു നല്ല മണം വരും. അതുവരെ ഇത് ഫ്രൈ ചെയ്യണം. ഇപ്പൊ നന്നായിട്ട് കളറ് മാറി വന്നു, നന്നായിട്ട് ഫ്രൈ ആയി. നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് ആ സെയിം ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഏത് ഗ്ലാസ് ആണോ എടുത്തത് ആ സെയിം ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് കൂടുതൽ ഉണ്ടെങ്കിൽ, അതായത് അണ്ടിപ്പരിപ്പ്, ബദാം ഒക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം, പ്രോബ്ലം ഇല്ല. ഞാനിവിടെ ലഡുവിന് ഒരു കളറിന് വേണ്ടി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾ യാതൊരു കാരണവശാലും ഇത് ചേർക്കണ്ട കേട്ടോ. എനിക്ക് കവർ ഫോട്ടോയ്ക്ക് ഇത്തിരി കളർ വേണമല്ലോ, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്തത്. അല്ലാതെ ഞാൻ നോർമലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കളർ ചേർക്കാറില്ല. നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും മീഡിയം തീയിലാണ് ചെയ്തത്. ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവമാവണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം. ഈ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി നല്ല പരുവമാവാൻ വേണ്ടിയാണ്. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞു. റവ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ വെള്ളവുമായിട്ടെല്ലാം ചേർന്ന് നല്ല പരുവമായിട്ടുണ്ട്. ഇത് ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് ഇളക്കി വിടർത്തി ഇടണം. അതിനുശേഷം നമുക്ക് ലഡുവിന് ഉണ്ട പിടിക്കത്തില്ലേ, അതുപോലെ ഓരോ ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പമാണ്. അതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ബദാം വെക്കാം, മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി, അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേശം നെയ്യ് കയ്യിൽ പുരട്ടാം. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ ഒട്ടും നെയ്യ് ഒന്നും പുരട്ടിയില്ല. ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ഉണ്ട പിടിച്ചതേ ഉള്ളേ. ഭയങ്കര ചൂടോടെ ഉണ്ട പിടിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കയ്യിൽ പിടിക്കാൻ പരുവത്തിനുള്ള ചൂട് എപ്പോഴാവുന്നോ ആ പരുവത്തിൽ ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഓർപ്പിച്ചാൽ മാത്രമേ നിങ്ങളത് ചെയ്യത്തുള്ളൂ. നിങ്ങൾ മറന്നുപോകും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റവ ലഡു തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള കുഞ്ഞു വീഡിയോയുമായിട്ട് വീണ്ടും ഉടൻ വരാം. ടിൽ ദെൻ ബൈ. God bless you.